ഹായ് ഫ്രണ്ട്സ്, ബോഗൻവില്ല സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ സെയിലിനെ കുറിച്ചൊക്കെ പറയാനാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളാണ്. ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ സെയിലിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ സെയിൽ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി റംസാന് ശേഷമായിരിക്കും നമ്മൾ സെയിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. റംസാൻ ടൈമിൽ നമുക്ക് കൊറിയർ പാക്ക് ചെയ്യലും ഷിപ്പ് ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പ്ലാന്റ് സെയിൽ നിർത്തിവെച്ചിട്ടുള്ളത്. റംസാന് ശേഷം ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചില്ലി വെറൈറ്റികളൊക്കെ ഇങ്ങനെ ഇല കൊഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെയാണ്. അത് ഈ ഒരു ടൈമിൽ ചില്ലി വെറൈറ്റികളൊക്കെ അങ്ങനെ ഇല കൊഴിക്കും. അത് നോർമലാണ്. അത് പ്ലാന്റ് നശിച്ചു പോകുകയൊന്നുമില്ല. അത് ഇലകളൊക്കെ കൊഴിഞ്ഞാലും പുതിയ ഇലകളും കിളിർപ്പുകളൊക്കെ വീണ്ടും വരും. ഇത് ഫോക്സ്ടൈൽ യെല്ലോയുടെ ഒരു പ്ലാന്റ് ആണ്. സുവർണയുടെ പൂക്കളുടെ സാമ്യമുള്ള പ്ലാന്റുകളാണ് ഫോക്സ്ടൈൽ യെല്ലോക്കുള്ളത്. ഇത് അർജുനയുടെ പ്ലാന്റ് ആണ്. 2-3 കളറോട് കൂടി നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അർജുനക്കുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞ് പ്ലാന്റുകളൊക്കെ പൂക്കളൊക്കെ കൊഴിയാനായി നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ നമ്മളെല്ലാ പ്ലാന്റുകളുടെയും കൊഴിയാനായ പൂക്കളൊക്കെ കട്ട് ചെയ്ത് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് DAPയും NPK ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ DAP ആണ് ചുവട്ടിലിട്ട് കൊടുത്തിട്ടുള്ളത്. NPK സ്പ്രേ ചെയ്തും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നൊക്കെ പണികളായിരുന്നു. അതിന് ശേഷം DAP ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ മൊട്ടുകളും ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലവേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഫ്ലവേഴ്സ് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ചെടികളും. നമ്മളെപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെയർ വെറൈറ്റി പ്ലാന്റുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത്. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എല്ലാ പ്ലാന്റുകളും എത്തിക്കാറുള്ളത്. റംസാന് ശേഷവും അതുപോലെ തന്നെ നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഗാർഡനിൽ അധികം ഫ്ലവേഴ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. ഇനി ഒരു ആഴ്ചയും കൂടി കഴിഞ്ഞാലുള്ളൂ ഒരുപാട് പ്ലാന്റുകളൊക്കെ പൂക്കളൊക്കെ ആയി വരുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തൈകളൊക്കെ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീപോർട്ട് ചെയ്താലേ ഉള്ളൂ നന്നായിട്ട് ഗ്രോത്ത് കിട്ടുള്ളൂ പ്ലാന്റിന്. പോട്ട് സൈസ് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ പ്ലാന്റുകൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സീസൺ തുടങ്ങിയതോടെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളുടെ അവൈലബിലിറ്റി ഇപ്പോൾ കുറവാണ്. റയർ വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. മാക്സിമം അവൈലബിൾ ആവുന്ന എല്ലാ വെറൈറ്റി പ്ലാന്റുകളും നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. റംസാൻ കഴിയുന്നതോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കാനാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ബ്രേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്തുനിന്ന് ഇതുവരെ പ്ലാന്റ് വാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പ്ലാന്റുകളെല്ലാം നന്നായിട്ട് വളരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പ്ലാന്റ്സും ഫ്ലവറിങ് ആയതൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.